ഹായ് ഓൾ, വെൽക്കം ടു ഫൂട്ടി അരീന. ട്രാൻസ്ഫർ റൗണ്ട് അപ്പിൻ്റെ 5ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഫുട്ബോൾ ലോകത്തെ പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ വാർത്തകളും റൂമറുകളും നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ന് 17 താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ താരം റൊണാൾഡ് അരോഹോയാണ്. താരം FC ബാഴ്സലോണയിൽ തന്നെ തുടരുമെന്ന് സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. പുതിയ ഒരു കോൺട്രാക്റ്റിൽ ഉടൻ തന്നെ അരോഹോ ഒപ്പുവെച്ചേക്കും. 2031 വരെയുള്ള പുതിയ കരാറിലാണ് അദ്ദേഹം ഒപ്പുവെക്കുന്നത്. രണ്ടാമത്തെ താരം പാട്രിക് ഡോർഗുവാണ്. ലച്ചയുടെ താരമായ ഡോർഗുവിന് വേണ്ടി പുതിയൊരു ഓഫർ വാഗ്ദാനം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ ഉള്ളത്. 27 മില്യൺ യൂറോയുടെ ഒരു ഓഫർ നേരത്തെ യുണൈറ്റഡ് നൽകിയിരുന്നു, പക്ഷേ അത് ക്ലബ്ബ് നിരസിക്കുകയായിരുന്നു. ഇനി മൂന്നാമത്തെ താരം ഒമർ മർമൂഷാണ്. ഈ ഒരു ഫ്രാങ്ക്ഫർട്ട് താരത്തെ സ്വന്തമാക്കിയ വിവരം മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ ഒഫീഷ്യലായി കൊണ്ട് അറിയിച്ചിട്ടുണ്ട്. 2029 വരെയുള്ള ഒരു കരാറിലാണ് അദ്ദേഹം ഒപ്പുവെച്ചിട്ടുള്ളത്. 75 മില്യൺ യൂറോ നൽകിക്കൊണ്ടാണ് മാഞ്ചസ്റ്റർ സിറ്റി ഈ ഒരു സൂപ്പർ സ്ട്രൈക്കറെ സ്വന്തമാക്കിയിട്ടുള്ളത്. നാലാമത്തെ താരം ഡൊണ്ണാരുമയാണ്. PSG വിട്ടുകൊണ്ട് പുറത്തു പോകാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യം ഈ ഗോൾ കീപ്പർ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. പുതിയ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ഈ ഗോൾ കീപ്പർ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അഞ്ചാമത്തെ താരം അഷ്റഫ് ഹക്കീമിയാണ്. PSG-യുമായുള്ള കോൺട്രാക്റ്റ് താരം പുതുക്കുകയാണ്. 2029 വരെയുള്ള പുതിയ കരാറിലാണ് അദ്ദേഹം ഒപ്പുവെക്കുന്നത്. ഇനി ആറാമത്തെ താരം റനാറ്റോ വെയ്ഗയാണ്. ചെൽസി താരമായ ഇദ്ദേഹത്തെ യുവന്റസ് ഇപ്പോൾ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ലോൺ അടിസ്ഥാനത്തിലാണ് വെയ്ഗ ഇപ്പോൾ ഇറ്റലിയിൽ എത്തുന്നത്. ഏഴാമത്തെ താരം കരീം അഡയമയാണ്. ബൊറൂസിയ ഡോർട്ട്മുണ്ട് താരമായ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഇറ്റാലിയൻ ക്ലബ്ബായ നാപ്പോളി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. 45 മില്യൺ യൂറോ മുതൽ 50 മില്യൺ യൂറോ വരെ ഈ ഒരു സൂപ്പർ താരത്തിന് വേണ്ടി ചിലവഴിക്കേണ്ടി വന്നേക്കും. എട്ടാമത്തെ താരം യുവാൻ ബെർണാട്ടാണ്. PSG ഈ താരത്തിന്റെ കോൺട്രാക്റ്റ് ഇപ്പോൾ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം മറ്റൊരു PSG താരമായ കോലോ മുവാനി യുവന്റസിലേക്ക് പോവുകയാണ് എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ഒൻപതാമത്തെ താരം ഫിക്കിയോ ടൊമോറിയാണ്. AC മിലാന്റെ പ്രതിരോധ നിര താരമായ ഇദ്ദേഹത്തിന് വേണ്ടി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബുകളായ ആസ്റ്റൺ വില്ലയും ന്യൂകാസിൽ യുണൈറ്റഡും ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പത്താമത്തെ താരം ഡഗ്ലസ് ലൂയിസ് ആണ്. യുവന്റസിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബ്രസീലിയൻ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി 3 പ്രീമിയർ ലീഗ് ക്ലബ്ബുകളാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാഞ്ചസ്റ്റർ സിറ്റി, ആഴ്സണൽ എന്നിവർക്ക് പുറമെ ചെൽസിക്കും ഈ ഒരു താരത്തിൽ ഇപ്പോൾ താല്പര്യമുണ്ട്. ഇനി 11ാമത്തെ താരം ആൻഡ്രിയ കമ്പിയാസോയാണ്. യുവന്റസ് താരമായ ഇദ്ദേഹത്തിന് വേണ്ടി മാഞ്ചസ്റ്റർ സിറ്റി 65 മില്യൺ യൂറോയുടെ ഒരു ഓഫർ നൽകാൻ ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി 12ാമത്തെ താരം വിക്ടർ ബോണിഫേസ് ആണ്. ബയർ ലെവർക്യൂസന്റെ ഈ സ്ട്രൈക്കറിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് പല പ്രീമിയർ ലീഗ് ക്ലബ്ബുകളും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. താരത്തിന് വേണ്ടി 50 മില്യൺ യൂറോ എങ്കിലും ചിലവഴിക്കേണ്ടി വരും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി 13ാമത്തെ താരം എറിക് ഗാർഷ്യയാണ്. ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി കോമോ വലിയ രൂപത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു, പക്ഷേ എറിക് ഗാർഷ്യ ഇപ്പോൾ ബാഴ്സയിൽ തന്നെ തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ബാഴ്സ താരമായ അൻസു ഫാറ്റിയുമായി ബന്ധപ്പെട്ടതാണ് 14ാമത്തെ അപ്ഡേറ്റ്. ബാഴ്സയിൽ തനിക്ക് തുടരാനാണ് ആഗ്രഹമെന്ന് ഫാറ്റി ഇപ്പോൾ ഫ്ലിക്കിനെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ചുരുങ്ങിയത് ഈ സീസൺ പൂർത്തിയാകുന്നത് വരെ എങ്കിലും ബാഴ്സയിൽ തുടരാനാണ് ഇപ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഇനി 15ാമത്തെ താരം വിനീഷ്യസ് ജൂനിയർ ആണ്. ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസിനെ സ്വന്തമാക്കാൻ വേണ്ടി സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ അഹ്ലി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. റയൽ മാഡ്രിഡിന് 350 മില്യൺ യൂറോയുടെ ഒരു വലിയ ഓഫർ നൽകാൻ ഈ സൗദി ക്ലബ്ബ് ആലോചിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. 16ാമത്തെ താരം വിക്ടർ ഗോക്കേഴ്സ് ആണ്. പ്രീമിയർ ലീഗ് ക്ലബ്ബായ ന്യൂകാസിൽ യുണൈറ്റഡിന് ഈ ഒരു സൂപ്പർ സ്ട്രൈക്കറെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട്. ഇസാക്ക് ക്ലബ്ബ് വിടുകയാണെങ്കിൽ ഈ താരത്തിന് വേണ്ടി ന്യൂകാസിൽ യുണൈറ്റഡ് ശ്രമങ്ങൾ നടത്തിയേക്കും. അതേസമയം ഇസാക്കിനെ സ്വന്തമാക്കാൻ വേണ്ടി ലിവർപൂളും ആഴ്സണലും ഇപ്പോൾ വലിയ രൂപത്തിൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. 17ാമത്തെ താരം കാസമിറോയാണ്. ഈ ബ്രസീലിയൻ താരത്തെ ഒഴിവാക്കാൻ വേണ്ടി യുണൈറ്റഡിനോട് പരിശീലകനായ അമോറിം ഇപ്പോൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതുവരെ കാസമിറോക്ക് പറ്റിയ ഒരു ക്ലബിനെ കണ്ടെത്താൻ അതല്ലെങ്കിൽ ഓഫർ ഇതുവരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ലഭിച്ചിട്ടില്ല എന്നതാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്രയും അപ്ഡേറ്റുകളാണ് നമ്മളിപ്പോൾ നൽകിയിട്ടുള്ളത്. ഇനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.